സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖിലെ അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായേക്കും. നേരത്തെ 4 തവണ കോടതിയിൽ വിധി പറയുന്നത് മാറ്റിവച്ചിരുന്നു. ഇന്നത്തെ വിധിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും മലയാളി സമൂഹവും. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേർന്നു. റിയാസ്, ഗുഡ് മോർണിംഗ്. സൗദി ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ വരവിനായി കാത്തിരിക്കുക തന്നെയാണ് കേരളക്കര ഒന്നാകെ. കുടുംബത്തിനൊപ്പം തന്നെ കേരളക്കര ഒന്നാകെ കൈപിടിച്ച കാഴ്ചകളടക്കം നമ്മൾ കണ്ടതാണ്. മോചന ഉത്തരവ് ഇന്ന് ഉണ്ടായേക്കും. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് വൃന്ദ. എന്തായാലും നമ്മളും പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഒരു പ്രത്യാശയുടെ വാർത്ത, ഒരു ശുഭവാർത്ത സൗദിയിൽ നിന്നും ഇന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അത് പ്രതീക്ഷ മാത്രമായി പോകുന്ന കാഴ്ച കഴിഞ്ഞ 4 തവണ നമ്മൾ കണ്ടതാണ്. 4 തവണ നേരത്തെ ഈ കേസ് മോചന ഉത്തരവ് പറയാൻ വേണ്ടി, മോചന വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യം ഇന്നും ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കുടുംബത്തെ സംബന്ധിച്ചുണ്ട്, ഈ നിയമസഹായ സമിതിയെ സംബന്ധിച്ചുണ്ട്, മലയാളികളെ സംബന്ധിച്ചുണ്ട്. അപ്പോഴും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീം കഴിഞ്ഞ 18 വർഷത്തിലേറെയായി 19ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു, ജയിലിൽ കഴിയുകയാണ്. സൗദി ബാലൻ്റെ കുടുംബം, സൗദി ബാലൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അബ്ദുറഹീം ജയിലിൽ ആയത്. അതിനുശേഷം 18 വർഷത്തിന് ശേഷം അബ്ദുറഹീമിൻ്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അങ്ങനെ ആ ശ്രമം അത് പിന്നീട് 36 കോടിയോളം രൂപയാണ് പിന്നീട് അതിൻ്റെ മോചന ദ്രവ്യമായി ചെലവായത്. 34,000 അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ മാറ്റമൊക്കെയായി അവസാനം അത് നൽകുമ്പോൾ 36 കോടി രൂപയായി മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ആ തുക എന്ന് പറയുന്നത് നമുക്കെല്ലാം അസാധ്യമായിരുന്നു. പക്ഷേ അത് എങ്ങനെ സമാഹരിക്കും എന്ന ഒരു സംശയം അന്നുണ്ടായിരുന്നു. അന്നാണ് മലയാളി സമൂഹം ഒന്നടങ്കം രംഗത്തിറങ്ങിയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബോച്ചെ, വ്യവസായിയായിട്ടുള്ള ബോച്ചെ. അദ്ദേഹം ആദ്യം 1 കോടി രൂപയുമായി ഒരു തെരുവിലേക്ക് ഇറങ്ങുന്നു. 1 കോടി രൂപ സംഭാവന ചെയ്തുകൊണ്ട് ഈ റഹീമിന് വേണ്ടി തുക പിരിക്കാൻ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മലയാളി സമൂഹം ഒന്നടങ്കം ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും ഈ റഹീമിന് വേണ്ടി, റഹീമിൻ്റെ ഉമ്മയുടെ കണ്ണീർ കണ്ട് ആ ഉമ്മയുടെ കണ്ണുനീർ അകറ്റാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് ആ തുക നമുക്ക് പിരിച്ചെടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ആ മോചനദ്രവ്യം, പിന്നീട് ദിയാദനം, പിന്നീട് ഇന്ത്യൻ എംബസി വഴി സൗദി കോടതിയിൽ വഴി ആ കുടുംബത്തിന് കൈമാറാനും സാധിച്ചു. പക്ഷേ അപ്പോഴും ഈ റഹീമിൻ്റെ മോചനം എന്നുള്ളത് അനന്തമായി നീളുന്നൊരു സാഹചര്യമായിരുന്നു. ആ മോചനദ്രവ്യം നൽകിയതിനു ശേഷം 4 തവണയും സൗദി കോടതി, റിയാദിലെ കോടതി ഈ ഒരു കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അത് പരിഗണനയ്ക്ക് വരുമ്പോൾ പല ഘടകങ്ങളാണ് അനുകൂലമായി കാണുന്നത്. ഒന്ന്, സാധാരണ സൗദി കോടതികളെല്ലാം തന്നെ പൊതുവെ ഈ പുതുവർഷത്തിൻ്റെ ഭാഗമായി ഒക്കെ ഈ മോചനം പ്രഖ്യാപിക്കാറുണ്ട്, ചില സന്തോഷ വാർത്തകളൊക്കെ നൽകാറുണ്ട്. അത്തരത്തിൽ ഇനി പുതുവർഷത്തിന് ഇനി 2 ദിവസം മാത്രമാണ് ഉള്ളത് പുതുവർഷത്തെ വരവേൽക്കാൻ. അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ് ഒന്ന് കണ്ടറിയേണ്ടത്. മറ്റൊന്ന്, ഈ റഹീമുമായി ബന്ധപ്പെട്ടുണ്ടായ ആ മോചനദ്രവ്യം ഉൾപ്പെടെ നൽകിയ ഒരു സാഹചര്യം, കുടുംബം മാപ്പ് നൽകിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത് പരിശോധിച്ചുള്ള ഒരു ഉത്തരവ് ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പബ്ലിക് റൈറ്റ്സ് ആക്ട് പ്രകാരം യഥാർത്ഥത്തിൽ ഇന്ന് മോചനം എന്നുള്ളത് റഹീമിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ സൗദി നിയമമാണ്, ഇന്ത്യൻ നിയമമല്ല. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള കാലതാമസമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ 2 കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്ന്, വിധി, മോചനം സംബന്ധിച്ച വിധി. മറ്റൊന്ന്, ജയിൽ മോചിതനാവുക, തിരികെ നാട്ടിലേക്ക് വരിക. മറ്റെല്ലാ പ്രക്രിയകളും ഈ വിഷയത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മോചന വിധി കൂടി വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ആ മോചന വിധി ഇന്ന് വരികയാണെങ്കിൽ കൂടിയും ഏകദേശം ഒരു തിരികെ നാട്ടിലെത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ്. കാരണം അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സൗദി ഗവർണറേറ്റിലും ഒപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലും ഈ ഉത്തരവിൻ്റെ പകർപ്പ് പോയി മോചനം ഉൾപ്പെടെ നടന്നതിന് ശേഷമായിരിക്കും ഈ റഹീം തിരികെ നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുക. അതിനുതകുന്ന വിധിയാകട്ടെ ഇന്ന് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ റഹീമിൻ്റെ ശിക്ഷാ കാലാവധി സംബന്ധിച്ചെങ്കിലും ഇന്നൊരു വിധി സൗദി കോടതി പ്രസ്താവിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. വൃന്ദ. റിയാസ്, അതോടൊപ്പം തന്നെ കുടുംബം ഇപ്പോൾ എവിടെയാണ്? പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുടുംബം കാത്തിരിക്കുന്നത്. കുടുംബം എവിടെയാണ്? കേരളത്തിലുണ്ടോ? അതല്ലെങ്കിൽ റഹീമിൻ്റെ ഇപ്പോൾ മോചന ഉത്തരവുമായി സംബന്ധിച്ച് അവർ എവിടെയാണോ ഉള്ളത്?
സൗദിയിലാണോ ഉള്ളത്? റഹീമിന്റെ മോചനം പ്രതീക്ഷിച്ച് റഹീമിന്റെ മോചനം പ്രതീക്ഷിച്ച് ഈ റഹീമിന്റെ ഉമ്മയും ഒപ്പം തന്നെ സഹോദരനുമെല്ലാം ഏതാനും 2 മാസങ്ങൾക്ക് മുൻപ് സൗദിയിൽ പോയിരുന്നു. അന്ന് ഈ വിധി പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെയാണ് അവർ പോയത്. പക്ഷേ അത് ആ മാസങ്ങൾക്ക് മുൻപ് അവർ സൗദിയിൽ പോയെങ്കിലും ഫലമുണ്ടായില്ല. പക്ഷേ അതിനുശേഷം അവർ തിരികെ നാട്ടിലേക്ക് വരികയും വീട്ടിലാണ് ഇപ്പോൾ പ്രാർത്ഥനയോടെ ആ മാതാവ് കഴിയുന്നത്. ആ മാതാവിൻ്റെ കഴിഞ്ഞ 19 വർഷത്തോളമായുള്ള ഒരു വേദന, 18 വർഷം 19ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആ വേദനയ്ക്ക് ഒരു അറുതി വരുന്നൊരു വിധി ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിധി വരുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് ഈ റഹീമിൻ്റെ കുടുംബവും നിയമസഹായ സമിതിയും അറിയിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 4 തവണ കേസ് മാറ്റിവെച്ചത് നിരാശ പടർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോഴും അവരിൽ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോട് കൂടി തന്നെയാണ് മലയാളി സമൂഹം കഴിയുന്നത്. പ്രാർത്ഥനയോടെ നമ്മളും റഹീമിൻ്റെ ആ ഒരു മോചനത്തിനായി നമ്മളും കാത്തിരിക്കുകയാണ്. ഉടനെ തീർച്ചയായും പുതുവത്സരത്തിൽ റഹീം കേരളത്തിൽ എത്തും എന്ന ആദ്യവാരത്തിൽ തന്നെ റഹീം ഇവിടെ എത്തട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളക്കര ഒന്നാകെ ഉള്ളത്. കുടുംബവും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഉമ്മയുടെ കണ്ണീരടക്കം കേരളക്കര കണ്ടതാണ്. കേരളം ഒന്നാകെ കൈപിടിച്ചതാണ് ഈ റഹീമിന്റെ വരവിനായി. ഈ ജനുവരി 2025 പിറക്കുമ്പോൾ റഹീം കേരളത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ നമുക്കും കാത്തിരിക്കാം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ മാർ.